ഹേ ഗൈസ്, അപ്പം നമ്മൾ ഇന്നലെ മാറ്റി വെച്ച തേങ്ങാക്കൊത്ത് എടുത്തിട്ട് നമ്മളിന്ന് പായസം ഉണ്ടാക്കാൻ വേണ്ടി പോലാണ്. അപ്പോൾ അതെ രണ്ടാം പാല് അടുപ്പത്ത് വെച്ച് ചൂടാക്കലാണ്. ചക്കപ്പായസം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചക്ക വരട്ടിയിടലാണ്. അപ്പോൾ അത് ആകുമ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ശർക്കര ഇടാണ്. ശർക്കര അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് 2 ശർക്കര ഇടലാണ്. 3 4 ഗൈസ്, അങ്ങനെ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ 1-ാം പാല് വാരലാണ്. നല്ലോണം തിളയ്ക്കണം കേട്ടോ. നല്ലോണം തിളയ്ക്കണം. 1-ാം പാല് നമ്മൾ തേങ്ങ മാത്രം പിഴിഞ്ഞ് വെക്കുന്ന പാല്. 2-ാമത്തെ പാല് നമ്മൾ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് വെക്കുന്ന പാല്. അതാണ് 1-ാം പാല് 2-ാം പാല്. 1-ാം പാല് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള പാല്. 2-ാം പാല് ലേശം ചൂടുള്ളതാക്കിയിട്ട് വാരുന്നത്. ഈ തിളയ്ക്കുന്നവരെ വെക്കുക. ഇപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ മാറ്റി വെച്ചതാണ്. ഇനി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നെയ്യ് ഇടാൻ വേണ്ടി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യാണ് ഇട്ടത്. നാടൻ നെയ്യാണ്. ഇത് ഇന്നലെ ഇന്നലെ പ്ലാവിലപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അത് പോയി കണ്ടിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പ് വേണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പ് ചൂടാക്കി ഇടലാണ്. നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇടാം. അപ്പോൾ അതേ മധുരം ബാലൻസ് ചെയ്യാൻ ലേശം ഉപ്പിടാം. അതേ മുന്തിരി ഉണ്ടായത് പോലെ ചൂടായാലും ഉണ്ടായത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇടാം. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് തേങ്ങ കൊത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി വരുന്നവരെ വയ്ക്കാം. ഇപ്പോൾ ചൂടായിട്ട് ഇനി നമുക്ക് നേരെ വറുത്തത് നേരെ പായസത്തിലേക്ക് ഇടാം. ഏലക്കായയും ജീരകവും കൂടി പൊടിച്ചിടാൻ. ഏലക്കായയും ജീരകവും പൊടിച്ചത്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടാണ് ഗൈസ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ബായ്.